നമസ്കാരം. ഞാൻ സുധീർ കുമാർ, ചാനൽ ചോദ്യ സംസ്കൃതി. ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യമുണ്ടായത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഒരു കാര്യം വിശേഷാൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ പത്രം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് രാത്രിയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് TV ന്യൂസൊന്നും കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടൊരു വാർത്ത എന്നെ ഒരുപാട് ആശങ്കാകുലനാക്കി എന്നുള്ളതാണ്. എന്നെ മാത്രമല്ല, ദലിത് ആദിവാസി മേഖലയിലുള്ള, പിന്നാക്ക മേഖലയിലുള്ള, ന്യൂനപക്ഷ മേഖലയിലുള്ള ഒരുപാട് ആളുകളെ ഒരുപാട് ആശങ്കയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന ഒരു വാർത്ത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രീജിത്ത് IPS കേരളത്തിൻ്റെ DGP ആയി നിയമിക്കാൻ ആലോചിക്കുന്നു എന്നതാണ്. ചോദ്യ സംസ്കൃതിയിലൂടെ അതിൻ്റെ ചെയർപേഴ്സൺ എന്ന രീതിയിൽ, ചെയർമാൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, യാതൊരു കാരണവശാലും ശ്രീജിത്തിനെ കേരളത്തിൻ്റെ DGP ആയി നിയമിക്കരുത്. ഇതൊരു കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഉള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ്. അതൊരിക്കലും ചെയ്യരുത്. താക്കീതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥന എന്ന രീതിയിലേക്ക് ആ ആവശ്യത്തെ മാറ്റുകയാണ്. കാരണം ചോദിക്കുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണല്ലോ. എൻ്റെ എന്തുകൊണ്ട് ഇത്രയധികം വർഗീയതയും ജാതീയതയും തുപ്പുന്ന, മതഭ്രാന്തുള്ള, ജാതി വൈരാഗ്യങ്ങളുള്ള, ജാതി വെറുപ്പുകളുള്ള ഒരു വ്യക്തിയെ കേരള സമൂഹത്തെ കൊണ്ട് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ ചുമക്കാനായിട്ട് കേരള സമൂഹത്തെ എന്തിനാണ് നിങ്ങൾ നിർബന്ധിതരാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തികച്ചും സംഘി ചിന്താഗതിയുള്ളൊരു വ്യക്തി. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംഘികളായിട്ടുള്ള ആളുകളുടെ എല്ലാ പൊസിഷനുകളിലും സംഘികളായിട്ടുള്ള ആളുകളെ നിയമിച്ച് അവരെ സംഘികളെ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി UDF ഗവൺമെൻറ് എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, എന്നാലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഞങ്ങളത് മനസ്സിലാക്കുന്നു. സംഘികളായിട്ടുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെന്നും അവരൊക്കെയാണ് വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം തിരികെ വയ്ക്കുന്നതും എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ ഇത്രത്തോളം തുറന്ന മത വൈരാഗ്യവും ജാതി വിരോധവും എല്ലാം സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയും അത് വേദികളിൽ പ്രകടമായി പറയുകയും ചെയ്യുന്ന ശ്രീജിത്തിനെ പോലെയുള്ള വർഗീയ വിഷങ്ങളെ, വർഗീയവാദികളെ, ജാതി കോമരങ്ങളെ കേരളത്തിൻ്റെ പോലീസ് സേനയുടെ തലപ്പത്ത് കൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ചോദ്യ സംസ്കൃതി പോലെയുള്ള മൂവ്മെൻറ്റുകൾക്കും കേരളത്തിലെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ദലിത് സമൂഹ അല്ലെങ്കിൽ ദലിത് സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും യോജിപ്പുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് സാധാരണ ഇതേ രീതിയിലുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ദലിത് സംഘടനകളും അത് ചേർന്ന് നിൽക്കാറില്ല. കാരണം ഞാനൊരു ദലിത് പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആണ് എന്നുള്ളത് കൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ശക്തമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, മതത്തെ
മതവിരോധം കൊണ്ട് നടക്കുന്ന മതവൈരിയായിട്ടുള്ള ഒരാളെ പോലും നിങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തരുത്. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. പട്ടിക വിഭാഗത്തോട് തുറന്ന വെറുപ്പ് കാണിച്ചു കൊണ്ടുപോകുന്ന, മുസ്ലിം സമൂഹത്തോട് തുറന്ന വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ശ്രീജിത്തിനെ പോലെയുള്ള ആളുകളെ യാതൊരു കാരണവശാലും ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തരുത്. നിങ്ങൾക്ക് എന്തെല്ലാം ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും, അയാൾ എന്തെല്ലാം രീതിയിലുള്ള വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, അയാൾ സത്യസന്ധനാണെങ്കിലുള്ള അങ്ങനെയുള്ള ഒരാളാണെങ്കിലും ശരി, അദ്ദേഹത്തെ യാതൊരു കാരണവശാലും DGP ആക്കി വെച്ചുകൊണ്ട് പോയാൽ ഇവിടുത്തെ മതന്യൂനപക്ഷ ദലിത് ആദിവാസി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ആരുടെയും ഒരു ദലിത് സംഘടനയുടെയും മുഖമായിട്ട് മാറിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നതല്ല. പക്ഷേ ചോദ്യ സംസ്കൃതി ആവശ്യപ്പെടുന്നു. ശ്രീജിത്തിനെ കേരളത്തിലെ DGP ആയി നിയമിക്കരുത്.